ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നൊരു ബിഗ്ഗസ്റ്റ് റിവീലിംഗ് സർപ്രൈസ് ദിനമാണ് ഇന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വുഡ് ബി, അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടി, ഇനി ഏകദേശം 10 ദിവസം കൂടിയുള്ളൂ കല്യാണത്തിന്. അപ്പം എൻ്റെ ഫാമിലിയുള്ള ആരും ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ല. അവൾ പുറത്ത് റഷ്യയിൽ പഠിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ കൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽപ്പറ്റ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ പ്രൊമോഷനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മളെല്ലാവരും അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റപ്പാക്കി ഫുഡ് കഴിക്കണം എന്നാണ് അവർ പറഞ്ഞ് സെറ്റാക്കിയിട്ടുള്ള. യൂട്യൂബർ ആയിട്ടുള്ള ഒരു ഗുണം അതാണ്, പ്രൊമോഷന് പോകണം എന്നുള്ള രീതിയിൽ ഫാമിലീനെ മൊത്തം ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ പ്രൊമോഷനാന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ ക്യാമറ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എല്ലാവരും വിചാരിക്കുക എന്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം നമ്മളവളെ ഒരു വെയിറ്ററോ എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ സർപ്രൈസ് എൻട്രി, അവർക്ക് മനസ്സിലാവില്ലയോ നോക്കാം, മാസ്ക് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പം സോ എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. 10 സീറ്റ് റിസർവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഫാമിലി ഇപ്പം വീട്ടിൽ നിന്ന് അളിയന്, പെങ്ങള്, ഉപ്പച്ചി, ഉമ്മ, അക്കു, പിന്നെ ആരാ, ചിത്ര ചേച്ചി, ഇവരൊക്കെ അവിടെ വരും. ഞങ്ങൾ പിന്നെ ഒരു ക്യാമറമാൻ കൂടി ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ പോയിട്ട് ഇപ്പോൾ സെറ്റാവും. ഓളയും കൂട്ടിയിട്ട് നമ്മളിപ്പം ബിഗ്ഗസ്റ്റ് സർപ്രൈസ്, അതായത് കല്യാണം നടക്കാൻ ഇനി 10 ദിവസമുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടുകാർ ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു കാണിക്കുന്നൊരു മൊമെൻ്റാണ്. സോ ഹാപ്പിയാണ്. അപ്പോൾ അവരെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. ഇങ്ങനെ സംസാരിച്ച് ഞാൻ വലിച്ചു നിന്നിട്ടില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നല്ല മഴയാണ് വയനാട്ടിൽ, അല്ലേ? പെരുമഴയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ചെയ്യും. എല്ലാം അവിടെ അവിടെ പോയി അടിച്ച് പൊടിക്കാം. അപ്പോൾ ഇനി വീട്ടുകാരെ മുന്നിൽ ഞാൻ എന്താക്കും, പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിതാ കഫേയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ റിസർവ് ചെയ്ത സീറ്റ്. ഇതാണ് നമ്മളെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അക്ഷയ്, ദ വ്ളോഗർ. അപ്പോൾ എവിടെ ക്യാമറ നോട്ടെ, അറിയാലോ, പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ സെറ്റ് അടിക്കണം. ഓ, ആ വൈഡ് മതി. പൊളി. ഓക്കെ, ഇനി വീട്ടുകാർ വരുമ്പം ഇവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഓളെ കയറ്റിയിട്ട് ഞങ്ങൾ പുറത്താക്കി വെച്ചിട്ടുണ്ട്. സെറ്റ്. ഇനി വീട്ടുകാർ വരട്ടെ. ഓക്കെ, നമ്മളെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ക്യാമറ ഓണല്ലേ, മൈക്ക് ഓണല്ലേ. എവിടെ അലീനൊക്കെ ഇടെ പിച്ചൊക്കെ? അത് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല, പാർക്കിംഗ് ഇല്ലല്ലോ. നിങ്ങൾ വരി കയറി ഇരിക്കി. ആ, അവിടെ റിസർവ് സീറ്റ് ഉണ്ടോ? അവിടെ അങ്ങോട്ട് പോയാൽ മതി. ലാസ്റ്റ്. ചിത്രേച്ചി, ഹലോ. എല്ലാവരെയും നമ്മളിതാ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും വിചാരം പ്രൊമോഷന് വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ എന്നെ നല്ല ചാമുന്നുണ്ട്. നല്ല ഹൈ കോസ്റ്റ്ലി ഫുഡ് ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളെ മെയിൻ ആൾ നമ്മളെ കാറിൻ്റെ പുറകുവശത്ത് നമ്മളെ ക്യാമറമാൻ അക്ഷയൻ്റെ കാറുണ്ട്, അതിലിരിക്കുകയാണ് കേട്ടോ. എടുക്കാൻ പോയാൽ നിന്നെ അവിടുന്ന് കാണും. അപ്പോൾ നമ്മളതാ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും, ഇത് ചട്ടി പൊറാട്ട ഉണ്ട്, കല്യാണച്ചോറ്, 2 ചട്ടിച്ചോറ്. പിന്നെ ഇനി വരാനുള്ളത് സ്ട്രിപ്സ് ആണ്. സ്ട്രിപ്പ് ഐറ്റംസ് വരുന്നുണ്ട്. സോറി, ഒന്നുകൂടി പറയട്ടെ അവരില്ല. ഇനി വരാനുള്ളത് റിബ്സ് ആണ്. റിബ്സിന്റെ ഐറ്റംസ് വരാനുണ്ട്. പിന്നെ അതുപോലെ ഒരു വെറൈറ്റി ഡെസേർട്ടും വരുന്നുണ്ട്. ഇല്ല, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ പോണത് ഉത്സൈ ലൂയിയാണ്. ലൂയിമോൻ എങ്ങനെയുണ്ട്? രസമുണ്ട് എന്നാണ് ലൂയിമോൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാരക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊണ്ടുവന്നോളി, തുടങ്ങിയോളി. ചിത്രേച്ചി അല്ല, തുടങ്ങിക്കോളാൻ പറഞ്ഞു.
ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ അവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, ആരാന്ന് മനസ്സിലായിട്ടില്ല. ഡെസേർട്ട് കഴിച്ചു നോക്ക്. സ്പൂണോ? സ്പൂൺ. അവർക്ക് മനസ്സിലായിട്ടില്ല, ആരാന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. ഗായ്സ് ഇതാ ഉമ്മ. അടിപൊളി. സ്പൂൺ. ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കും. ചോദിക്കുക അവിടെ ഇരുന്ന് ചോദിക്കും. മനസ്സിലായിട്ടില്ല, അതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. മാസ്ക് ഒരു ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. മരുമോളെ കണ്ടിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരിക്കും. ഉപ്പച്ചി ഫുഡ് തന്നെ, ഉപ്പച്ചിക്ക് ഒരു കുഴപ്പമില്ല, ഫുഡ് തീറ്റ തന്നെ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ചിത്രേജിക്ക് ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. കുറച്ച് നേരം കൂടി മാസ്ക് വരാണ്ട് വെക്കായിരുന്നു കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മാസ്ക് വരാം. ഉപ്പച്ചയൊക്കെ ഫുഡ് കഴിക്കാന്നല്ല, ഇന്നലെ രാത്രി ഞങ്ങൾ കൂട്ടാൻ പോയതല്ലേ കോഴിക്കോട്. പറ്റില്ല. നിങ്ങളെന്തിനാ പുറത്ത് പോയി നോക്കിയേ? നിങ്ങളെന്തിനാ പുറത്ത്? ചെക്കന്മാര് ഐസ്ക്രീം മറച്ചിട്ടില്ലേ പോയിട്ട്? അപ്പൊ അതാ സർപ്രൈസ് ആയി. എങ്ങനെയുണ്ട് സർപ്രൈസ്? എങ്ങനെ? ഒന്നുമില്ല, ഇവിടെ പ്രൊമോഷൻ ഇല്ല, ഇതൊക്കെ ആക്ടിങ്. പൈസ കളിയാൻ കൊടുക്കണം. എന്തായാലും ഉപ്പച്ചി നിങ്ങളെ മരുമോളാണ്, നിങ്ങളിപ്പോഴും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് അതാരാ ഐസി?
ചിത്രേച്ചിക്ക് മനസ്സിലായോ? ആരാ? അവിടെ വർക്കിലാണ് രാവിലെ മെസ്സേജ് കണ്ടോ മാറ്റി എത്ര പെട്ടെന്ന് ഞാനൊക്കെ നേരിട്ട് ഭാവി ഒറ്റയടിക്ക് അക്കൂനാണ് കുറച്ചെങ്കിലും മനസ്സിലായി തുടങ്ങിയത് അതിന്റെ ചിരിയിൽ അപ്പത്തേക്കും ഒരു പൊങ്ങു റെഡിയാ നിൽക്കുന്നു. ഐസ്ക്രീം കിട്ടിയപ്പോഴേ ഭാവി വേണ്ടി അത് മതി. ഓക്കെ അപ്പൊ കഴിക്കൂ, ഞാൻ എല്ലാവരും കഴിക്കൂ. പ്രൊമോഷൻ ഒന്നുമില്ല, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മാട്ടടിയാ നോക്കി എന്താ ചെയ്യല്ലേ? ഇത് മിക്സ് ആക്കി വെക്കട്ടെ. അല്ല അവര് പറഞ്ഞു തരുമായിരിക്കല്ലോ, മിക്സ് ആക്കി വെക്കാം. മരിമോൾ സിംഗു ഇത് ഇവിടെ പറ്റിയ കുഞ്ഞാമ സർപ്രൈസ്. മരിമോൾ മമ്മി കരഞ്ഞു. എന്ത് തോന്നുന്നു ഇവിടെ നോക്കൂ. അയ്യോ ഭാവി കരഞ്ഞു. ചിത്രേജിക്ക് ആരാന്ന് പോലും മനസ്സിലായി. കുറച്ച് നേരം കൂടി മാസ്ക് വരാണ്ട് വെക്കായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ പോയി നിൽക്കുന്നത്. അത് ഞാൻ വിചാരിച്ചു ഉമ്മാനെ അടുത്ത് കൊണ്ടുപോയിട്ട് അപ്പൊ മാസ്ക് വരാന്ന്. ഇപ്പൊ ഇന്നലെ അതാണ് ഫോണ് വിളിച്ചിട്ടല്ലേ അത് പറ്റിച്ചല്ലേ. നിങ്ങളെന്തിനാ പുറത്തു പോയി നോക്കിയേ? അതന്നെ ഇവിടെ ഞെട്ടി. ഇവിടെ ചെക്കന്മാര് വരെ ഇവിടെ സബ് നിർത്തി ഞെട്ടിട്ട് നീ തൂക്കുവോന്ന്. ആരുള്ളത്? നിങ്ങളെ കൂടെ വന്നത്? ഐസ്ക്രീം വറച്ചിട്ടില്ലേ? അതതിന്റെ മുകളിൽ അതതിന്റെ മുകളിൽ ഒന്നുമില്ല. ഇവിടെ പ്രൊമോഷൻ ഇല്ല, ഇതൊക്കെ ആക്ടിങ്ങാ. ഈ പൈസ കളിയും കൊടുക്കും. അല്ലാണ്ട് ഞാനിങ്ങനെ ഒന്ന് നിൽക്കുവോ? ഇല്ല ഇല്ല അളിയനെ വിളിക്കോ? എന്ത് തോന്നുന്നു? ഇല്ല ഞാൻ എക്സ്മെന്റ് ക്യാമറയിലേക്ക് പറയൂ, എന്താ തോന്നുന്നു പറയും. മനസ്സിലാക്കില്ലാതെ മരുമോളാണ് നിങ്ങളിപ്പോഴും ഫുഡ് കഴിക്കുകയാണ്. എന്താ തോന്നുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മരുമോളൊക്കെ പിന്നെ ആദ്യം ഫുഡ് അങ്ങനല്ല, ഞാൻ വിചാരിച്ചു തമാശ പറയാന്ന് വിചാരിച്ചു. സത്യം വിശ്വസിച്ചില്ല. എന്താ തോന്നുന്നു? ഇപ്പൊ വേഗം പറയും. ഇന്നലെ ഞാൻ ഇവിടെ രാത്രി വിളിച്ച് എന്റെ ഇവള് പറഞ്ഞ് അവിടെ വർക്കിലാണ്, അവിടെ റേഞ്ച് കിട്ടാത്തന്നൊക്കെ രാവിലെ മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ ഇവനെ അടുത്ത് ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന വീട്ടിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടോ മാസ്ക്
ആർക്കും ഡ്രസ്സിന്റെ കളർ കണ്ടപ്പോ വിചാരിച്ചു ഇവിടുത്തെ ആളാണ് പെണ്ണായിരിക്കും കണ്ടോ മാറ്റി അല്ലല്ല അവൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് മനസ്സിലാവും നമ്മളറിയുന്നില്ലല്ലോ നമ്മളാദ്യമായിട്ട് കാണുന്നത് മനസ്സിലായി തുടങ്ങി ഞാൻ വിചാരിച്ച അപ്പത്തേക്കും ഇവര് പൊങ്ങും ഞാൻ റെഡിയായി നിൽക്കേനു നിങ്ങൾ എണീറ്റ് അക്കുവിന് മനസ്സിലായി അങ്ങനെ മനസ്സിലായി മാസ്ക് ഇട്ടിട്ട് ഞാൻ മുഖത്ത് നോക്കി ഐസ്ക്രീം കിട്ടിയപ്പോഴേ ഭാവി വീണ് അത് മതി എനിക്ക് കോരുന്ന ആ ഒരു ഇതിൽ അങ്ങനെ നിൽക്കുക മനസ്സിലായത് പ്രൊമോഷൻ ഒന്നുമില്ല കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഇതാരാണ് അറിയോ അറിയോ ഇരുപത്തിരണ്ടാം തീയതി പറയ് ഷേക്കനോടുക്ക് വേവി കൊടുക്ക് അതാണ് ഭാവിയിലൊക്കെ ഏത് വണ്ടിയിലുള്ള എന്റെ കാറിലേക്ക് ഏത് വണ്ടിയിലുള്ള ഇല്ല എന്റെ വണ്ടിയിൽ ഇതോ കാലങ്ങളോ ടിക്കറ്റ് എടുത്തിട്ട് 3 മാസം കാണിക്കും ടിക്കറ്റ് കണ്ണാപ്പിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ച് ഡേറ്റ് മാറ്റിട്ടൊക്കെ ഉള്ള വാപ്പ കഴിച്ചിട്ട് അതെല്ലാവർക്കും നമ്മളെ കാണാൻ പറ്റൂ ഞങ്ങൾ ശിങ്കുവിന്റെ വാപ്പാനെ വിളിക്കാണ് കാണാൻ പറ്റും നമ്മളെ കാണാൻ പറ്റും പക്ഷെ എടുക്കുന്നില്ല എന്താ എന്നാലും ഇങ്ങനത്തെ സർപ്രൈസ് ഒക്കെ വേണം. അയ്യോ ബോട്ടിമ്മ അത് ദുബായിലല്ലോ ഇന്ന് രാവിലെ എന്റെ വാപ്പ നമ്മളെ വരുത്തല്ലോ വാപ്പനെ അളി വന്നല്ലോ പൈസ ഇട്ട് അളി ഇത്രയൊന്നും വേണ്ടി വരില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കണം അപ്പൊ എല്ലാവരിലേക്ക് ഓക്കെ റെഡി 1 2 3 ഞാൻ വേണ്ടേ ആരാ